ഓം ശാന്തി 23/2/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, തന്റെ ചാർട്ട് വെക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മുന്നേറുകയാണോ അതോ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ. ദേഹാഭിമാനം പിറകിലേക്ക് തള്ളുന്നു, ദേഹി അഭിമാനി സ്ഥിതി മുന്നോട്ട് നയിക്കുന്നു. ചോദ്യം: സത്യയുഗത്തിന്റെ ആദിയിൽ വരുന്ന ആത്മാക്കളും വൈകി വരുന്ന ആത്മാക്കളും തമ്മിലുള്ള മുഖ്യ വ്യത്യാസം എന്താണ്? ഉത്തരം: ആദിയിൽ വരുന്ന ആത്മാക്കൾ സുഖം ആഗ്രഹിക്കുന്നു. കാരണം സത്യയുഗത്തിലെ ആദി സനാതന ധർമ്മം വളരെയധികം സുഖം നൽകുന്നതാണ്. വൈകി വരുന്ന ആത്മാക്കൾക്ക് സുഖം ചോദിക്കാൻ പോലും അറിയില്ല. അവർ ശാന്തി ശാന്തി എന്ന് യാചിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സുഖത്തിന്റെയും ശാന്തിയുടെയും സമ്പത്ത് ഓരോ ആത്മാവിനും ലഭിക്കുന്നു. ഓം ശാന്തി. ഭഗവാനു വാച. ഭഗവാനു വാച എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ബുദ്ധിയിലേക്ക് കൃഷ്ണൻ വരികയില്ല. ബുദ്ധിയിൽ ശിവബാബയാണ് വരുന്നത്. മുഖ്യമായ കാര്യം തന്നെയാണ് ബാബയുടെ പരിചയം നൽകുക. കാരണം ബാബയിലൂടെ തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഞങ്ങൾ ശിവബാബയുടെ അനുയായികളാണെന്ന് നിങ്ങൾ പറയില്ല. അല്ല, ശിവബാബയുടെ മക്കളാണ്. സദാ സ്വയത്തെ കുട്ടിയാണെന്ന് മനസ്സിലാക്കൂ. മറ്റാർക്കും തന്നെ അറിയില്ല ബാബ അച്ഛനും ടീച്ചറും ഗുരുവും ആണെന്ന്. നിങ്ങൾ കുട്ടികളിലും ധാരാളം പേർ മറന്നു പോകുന്നവരുണ്ട്. ഇത് തന്നെ ഓർമ്മയുണ്ടെങ്കിൽ അഹോ സൗഭാഗ്യമാണ്. ബാബയെ മറന്നു പോകുമ്പോൾ പിന്നീട് ലൗകിക ദേഹത്തിന്റെ സംബന്ധികളെ ഓർമ്മ വരുന്നു. വാസ്തവത്തിൽ നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് മറ്റെല്ലാം തന്നെ ഇല്ലാതാകണം. ഒരേ ഒരു ബാബയുടെ ഓർമ്മ മാത്രമായിരിക്കണം. നിങ്ങൾ പറയുന്നു ത്വമേവ മാതാശ്ച പിതാ ത്വമേവ. അഥവാ മറ്റേ ആരെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ സദ്ഗതിയിലേക്ക് പോകുന്നു എന്നൊരിക്കലും പറയുകയില്ല. ദേഹാഭിമാനത്തിൽ ആണെന്നതിനാൽ ദുർഗതി തന്നെയാണുണ്ടാകുക. ദേഹി അഭിമാനി ആവുകയാണെങ്കിൽ സദ്ഗതി ഉണ്ടാകുന്നു. ഇടയ്ക്ക് താഴേക്കും മുകളിലേക്കുമായി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് മുന്നേറുന്നു, ഇടയ്ക്ക് പിന്നിലേക്ക് തള്ളപ്പെടുന്നു. വളരെ പേർ ദേഹാഭിമാനത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയുന്നത് ചാർട്ട് വെക്കൂ, എന്നാൽ അറിയാൻ സാധിക്കും നമ്മൾ മുന്നേറുകയാണോ അതോ പിന്നിലേക്ക് പോവുകയാണോ. മുഴുവൻ ആധാരവും ഓർമ്മയിലാണ്. കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ മുന്നോട്ടു പോകവേ ക്ഷീണിക്കുന്നു. പിന്നീട് നിലവിളിക്കുന്നു, ബാബ ഇങ്ങനെയെല്ലാം തന്നെ സംഭവിക്കുന്നു. ബാബയെ മറന്നുപോകുന്നു. ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെ തന്നെയാണ് പിറകിലേക്ക് പോകുന്നത്, എന്തെങ്കിലും പാപം ചെയ്യുന്നത്. ഓർമ്മയിലാണ് മുഴുവൻ ആധാരവും. ഓർമ്മയിലൂടെയാണ് ആയുസ് വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് യോഗം എന്ന വാക്ക് പ്രശസ്തം. ജ്ഞാനം വളരെ സഹജമായ വിഷയമാണ്. വളരെയധികം പേർക്ക് ജ്ഞാനവുമില്ല, യോഗവുമില്ല. ഇതിലൂടെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. വളരെ പേർക്ക് പ്രയത്നിക്കാനാവുന്നില്ല. പഠിപ്പിൽ നമ്പർ വൈസ് ആകുക തന്നെ ചെയ്യും. പഠിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവർ എത്രത്തോളം ആരുടെ സേവനം ചെയ്യുന്നു. എല്ലാവർക്കും ശിവബാബയുടെ സന്ദേശം നൽകണം. നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത സമ്പത്ത് ഒരേ ഒരു പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നാണ് ലഭിക്കുന്നത്. മുഖ്യമായും മാതാപിതാവും പിന്നെ നിങ്ങൾ കുട്ടികളുമാണ്. ഇത് ഈശ്വരീയ കുടുംബമാണ്.
മറ്റാരുടെയും ബുദ്ധിയിൽ ഇതുണ്ടാവില്ല. നമ്മൾ ശിവബാബയുടെ സന്താനമാണ്, ബാബയിൽ നിന്ന് തന്നെ സമ്പത്ത് ലഭിക്കണം എന്ന്. ഒരേ ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം, അതും നിരാകാരനായ ശിവബാബ. ഇങ്ങനെ തന്നെ പരിചയം നൽകണം. അത് പരിധിയില്ലാത്ത അച്ഛനാണ്. അച്ഛനെ എങ്ങനെ സർവവ്യാപിയെന്ന് പറയും? എങ്കിൽ അച്ഛനിൽ നിന്ന് എങ്ങനെ സമ്പത്ത് ലഭിക്കും? എങ്ങനെ പാവനമായി തീരും? ഒരിക്കലും പാവനമാകാൻ സാധിക്കില്ല. ബാബ ഇടയ്ക്ക് പറയുന്നു, മന്മനാഭവ, എന്നെ ഓർമ്മിക്കൂ. ഇതാരും തന്നെ അറിയുന്നില്ല. വാസ്തവത്തിൽ കൃഷ്ണനെയും എല്ലാവർക്കും അറിയില്ല. മയിൽപീലി വെച്ച കിരീടധാരി ഇവിടെ എങ്ങനെ വരാനാണ്? ഇത് വളരെ ഉയർന്ന ജ്ഞാനമാണ്. ഉയർന്ന ജ്ഞാനത്തിൽ തീർച്ചയായും കുറച്ചു ബുദ്ധിമുട്ടും ഉണ്ടാകും. സഹജമായ പേരുമാണ്. ബാബയിൽ നിന്ന് സമ്പത്ത് നേടാൻ എളുപ്പമല്ലേ? എന്തിനാണ് കുട്ടികൾ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്നത്? കാരണം ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ബാബ കുട്ടികൾക്ക് ദുർഗതിയുടെയും സദ്ഗതിയുടെയും രഹസ്യത്തെക്കുറിച്ചും മനസ്സിലാക്കി തന്നു. ഈ സമയത്ത് എല്ലാവരും ദുർഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യമതം ദുർഗതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഈശ്വരീയ മതമാണ്. അതുകൊണ്ടാണ് ബാബ വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഓരോ മനുഷ്യരും സ്വയത്തോട് ചോദിക്കട്ടെ, ഞാൻ നരകവാസിയാണോ അതോ സ്വർഗവാസിയാണോ? ഇപ്പോൾ സത്യയുഗം എവിടെയാണ്? പക്ഷെ മനുഷ്യർ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. സത്യയുഗത്തെയും കൽപ്പനയാണെന്ന് മനസ്സിലാക്കുന്നു. അനേക മതങ്ങളാണ്. അനേക മതത്തിലൂടെയാണ് ദുർഗതി സംഭവിച്ചത്. ഒരു മതത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. ഇത് വളരെ നല്ല സ്ലോഗനാണ്. മനുഷ്യരെ ദുർഗതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരേ ഒരു ഈശ്വരനാണ് എല്ലാവരെയും സദ്ഗതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങൾ ശുഭമാണല്ലോ പറയുന്നത്. ബാബയുടെ മഹിമ പാടുന്നു. ബാബ സർവരുടെയും അച്ഛനാണ്. സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. കുട്ടികൾക്ക് ബാബ വളരെയധികം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പ്രഭാതഭേരിക്ക് ഇറങ്ങൂ. പറയൂ, സ്വർഗത്തെ സ്ഥാപിക്കുന്ന പിതാവ് നമുക്ക് ഈ പദവി നൽകുന്നു. ഇപ്പോൾ നരകത്തിന്റെ അന്ത്യം വരികയാണ്. മനസ്സിലാക്കി കൊടുക്കുന്നതിൽ പ്രയത്നമുണ്ട്. വിമാനത്തിൽ നിന്ന് നോട്ടീസുകൾ താഴേക്ക് വീഴ്ത്താം. നമ്മൾ ഒരേ ഒരു ബാബയുടെ മഹിമയാണ് പാടുന്നത്. ബാബയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് സദ്ഗതി നൽകുന്നു. പിന്നീട് നിങ്ങൾക്ക് ദുർഗതി നൽകുന്നത് ആരാണ്? ഇങ്ങനെ പറയാറുണ്ട്, പകുതി കൽപ്പം സ്വർഗമാണ്, പിന്നെ നരകവും. രാവണ രാജ്യം എന്നാൽ തന്നെ ആസുരീയ രാജ്യമാണ്. അധപതിച്ചുകൊണ്ടിരിക്കുന്നു. തലകീഴായ രാവണന്റെ മതത്തിലൂടെ. പതിതപാവനൻ ഒരേ ഒരു ബാബയാണ്. നമ്മൾ ബാബയിലൂടെ വിശ്വത്തിന്റെ അധികാരിയായി തീരുകയാണ്. ഈ ശരീരത്തോടുള്ള മോഹം ഇല്ലാതാക്കണം. അഥവാ ഹംസവും കൊറ്റികളും ഒരുമിച്ചാണെങ്കിൽ എങ്ങനെ മോഹത്തെ ഇല്ലാതാക്കാൻ സാധിക്കും? ഓരോരുത്തരുടെയും സാഹചര്യം നോക്കണം. ധൈര്യമുണ്ട്. തന്റെ ശരീര നിർവഹണാർത്ഥം സ്വയം തന്നെ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ പിന്നീട് കൂടുതൽ ബന്ധനത്തിലേക്ക് എന്തിനാണ് അകപ്പെടുന്നത്? വയറ് ഒരുപാട് കഴിക്കില്ല. വെറും 2 റോട്ടി കഴിക്കൂ, മറ്റൊരു വിഷമവുമില്ല. എന്നാലും സ്വയത്തോട് പ്രതിജ്ഞ ചെയ്യണം, ബാബയെ തന്നെ ഓർമ്മിക്കുമെന്ന്. ഇതിലൂടെയാണ് വികർമ്മം നശിക്കുക. അതിനർത്ഥം ജോലിയൊന്നും ചെയ്യരുത് എന്നല്ല. ജോലി ചെയ്തില്ലെങ്കിൽ പൈസ എവിടെ നിന്ന് വരാനാണ്? ആരോടും ഭിക്ഷ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് വീടാണ്. ശിവബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നാണ് കഴിക്കുന്നത്.
അഥവാ സേവനം ചെയ്യാതെ വെറുതെ കഴിക്കുകയാണെങ്കിൽ പിന്നീട് ഭിക്ഷ ചോദിക്കേണ്ടതായി വരും. 21 ജന്മത്തേക്ക് സേവനം ചെയ്തു കൊടുക്കേണ്ടതായി വരും. രാജാക്കന്മാർ മുതൽക്ക് സാധാരണക്കാർ വരേക്കും ഇവിടെയുണ്ട്. അവിടെയും, അതായത് സത്യയുഗത്തിലും ഉണ്ടെങ്കിലും അവിടെ സദാ സുഖമാണ്, ഇവിടെ സദാ ദുഃഖവും. പദവിയിൽ വ്യത്യാസമുണ്ടല്ലോ. ബാബയുമായി പൂർണ്ണ യോഗം വയ്ക്കണം, സേവനം ചെയ്യണം. അവനവന്റെ ഹൃദയത്തോട് ചോദിക്കണം, ഞാൻ എത്രത്തോളം യജ്ഞസേവനം ചെയ്യുന്നു. ഇങ്ങനെ പറയാറുണ്ട്, ഈശ്വരന്റെ അടുത്ത് എല്ലാവരുടെയും കണക്കുണ്ടെന്ന്. സാക്ഷിയായി കാണുന്നു ഈ പെരുമാറ്റത്തിലൂടെ ഇവർ എന്ത് പദവി നേടുമെന്ന്. ഇതും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശ്രീമതത്തിലൂടെ മുന്നോട്ടു പോകുന്നതിനനുസരിച്ച് എത്രത്തോളം ഉയർന്ന പദവി നേടുന്നു. ശ്രീമത്ത് പാലിക്കാത്തതിലൂടെ എത്രത്തോളം പദവി കുറയുന്നു. ഇതെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. നിങ്ങളുടെ ചിത്രപ്രദർശിനി കാണാൻ ഏത് ധർമ്മത്തിലുള്ളവർ വന്നാലും പറയൂ, പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സുഖശാന്തിയുടെ സമ്പത്ത് ലഭിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛൻ തന്നെയാണ് ശാന്തി ദാതാവ്. അവരെ തന്നെയാണ് ശാന്തി ദേവനെന്നും പറയുന്നത്. ജഡചിത്രങ്ങൾക്ക് ഒരിക്കലും ശാന്തി നൽകുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, നിങ്ങളുടെ സ്വധർമ്മം ശാന്തിയാണ്. നിങ്ങൾ ശാന്തിധാമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ശിവബാബ ശാന്തി നൽകൂ എന്ന് പറയുന്നു. അപ്പോൾ ബാബ നൽകാതിരിക്കില്ലല്ലോ. എന്താ അച്ഛൻ കുട്ടികൾക്ക് സമ്പത്ത് നൽകില്ലേ? ശിവബാബ സുഖം നൽകൂ എന്ന് പറയുന്നു. ബാബ സ്വർഗം സ്ഥാപിക്കുന്നവനാണ്. അപ്പോൾ എന്തുകൊണ്ട് സുഖം നൽകില്ല? ബാബയെ ഓർമ്മിച്ചില്ലെങ്കിൽ, ബാബയോട് ചോദിച്ചില്ലെങ്കിൽ ബാബ തരുമോ? ശാന്തിയുടെ സാഗരൻ ബാബ തന്നെയാണ്. നിങ്ങൾ സുഖം ആഗ്രഹിക്കുന്നു. ബാബ പറയുന്നു, ശാന്തിക്ക് ശേഷം പിന്നീട് സുഖത്തിലേക്ക് വരണം. ആദ്യം വരുന്നവർ സുഖം നേടുന്നു. വൈകി വരുന്നവർക്ക് സുഖം വേണമെന്നേ തോന്നില്ല. അവർ മുക്തി മാത്രമാണ് ആഗ്രഹിക്കുക. ആദ്യം എല്ലാവരും മുക്തിയിലേക്ക് പോകുന്നു. അവിടെ ദുഃഖം തന്നെ ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ മുക്തിധാമത്തിലേക്ക് വന്ന് പിന്നീട് ജീവൻ മുക്തിയിലേക്ക് വരുന്നു. ബാക്കി എല്ലാവരും മുക്തിയിലേക്ക് പോകുന്നു. ഇതിനെ കണക്കെടുപ്പിന്റെ സമയം എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും കർമ്മക്കണക്ക് ഇല്ലാതാകണം. മൃഗങ്ങൾക്കും കർമ്മക്കണക്ക് ഉണ്ടാവുകയില്ലേ? ചില മൃഗങ്ങൾ രാജാക്കന്മാരുടെ അടുത്തായിരിക്കും. അവർക്ക് എത്ര പാലനയാണ് ലഭിക്കുന്നത്? കുതിര മത്സരത്തിനുള്ള കുതിരകൾക്ക് എത്ര സംരക്ഷണമാണ് ലഭിക്കുന്നത്? കാരണം കുതിര മിടുക്കുള്ളതാണെങ്കിൽ സമ്പാദ്യം നല്ലതായിരിക്കും. ഉടമസ്ഥൻ തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അവിടെ ഇങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഈ മത്സരമെല്ലാം തന്നെ പിന്നീടാണ് ആരംഭിച്ചത്. ഇതെല്ലാം തന്നെ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ കളിയാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആദിയിൽ വളരെ കുറച്ചു മനുഷ്യരായിരിക്കും. നമ്മൾ വിശ്വത്തിനു മേൽ രാജ്യം ഭരിക്കും. ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും നമുക്കായി തീരാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. നമ്മൾ ധാരാളം പേരുടെ നന്മ ചെയ്യുന്നുണ്ടോ? ഈ കാര്യത്തിൽ പ്രയത്നിക്കേണ്ടതായി വരും. കാരണം ബാബയെ കിട്ടിയല്ലോ. ലോകത്തിലുള്ളവർ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിനാശത്തിനു വേണ്ടി എന്തെല്ലാമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അഗ്നിബാധയുണ്ടാകുന്ന വിധത്തിലുള്ള ബോംബുകളാണ് ഉണ്ടാക്കുന്നത്. ഈ വൈക്കോൽ കൂന കുറച്ചൊന്നുമല്ല എരിയുക. ആരും തന്നെ അണയ്ക്കാനായി ഉണ്ടാവുകയില്ല. ധാരാളം ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വിഷവാതകമെല്ലാം കലർത്തുന്നുണ്ട്.
അത് ശ്വസിക്കുന്നതിലൂടെ തന്നെ എല്ലാവരും മരിക്കുന്നു. മരണം തൊട്ടു മുന്നിലാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, സമ്പത്ത് നേടണമെങ്കിൽ നേടൂ, പ്രയത്നിക്കൂ. കൂടുതലായി ജോലി കാര്യങ്ങളിലൊന്നും പോകരുത്. എത്ര ചിന്ത ഇതിനു പിന്നിലുണ്ടായിരിക്കും. ബാബ ഇതിൽ നിന്നെല്ലാം തന്നെ മുക്തമാക്കി. ഇപ്പോൾ ഇത് മോശമായ ലോകമാണ്. നിങ്ങൾ കുട്ടികൾ ബാബയെ ഓർമ്മിക്കണം. ഇതിലൂടെ നിങ്ങളുടെ വികർമ്മം നശിക്കുന്നു, സമ്പത്ത് നേടുന്നു. വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ലക്ഷ്മി നാരായണന്റെ ചിത്രം കാണുന്നതിലൂടെ തന്നെ ഹൃദയം സന്തോഷിക്കുന്നു. ഇതാണ് നമ്മുടെ ലക്ഷ്യം. പൂജ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും ഇതറിയില്ലായിരുന്നു നമുക്കും ഇവരെ പോലെ ആയിത്തീരാൻ സാധിക്കുമെന്ന്. ഇന്നലെ പൂജാരിയായിരുന്നു, ഇന്ന് പൂജ്യരായിക്കൊണ്ടിരിക്കുന്നു. ബാബ വന്നപ്പോൾ പൂജയെല്ലാം തന്നെ ഉപേക്ഷിച്ചു. ബാബ വിനാശത്തിന്റെയും സ്ഥാപനയുടെയും സാക്ഷാത്കാരം ചെയ്യിപ്പിച്ചില്ലേ? നമ്മൾ വിശ്വാധികാരിയായി തീരുന്നു. ഇതെല്ലാം തന്നെ നശിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ബാബയെ ഓർമ്മിച്ചുകൂടാ? ഉള്ളിൽ ഈയൊരു മഹിമ മാത്രം പാടിക്കൊണ്ടിരിക്കൂ, ബാബ താങ്കൾ എത്ര മധുരമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ആ ഒരാൾ മാത്രമാണ്. അച്ഛനിൽ നിന്ന് തന്നെ സമ്പത്ത് ലഭിക്കണം. നമ്മൾ ഭക്തി മാർഗത്തിൽ ബാബയെ തന്നെ ഓർമ്മിച്ചിരുന്നു. ബാബ പരംധാമത്തിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് ബാബയുടെ ചിത്രവും ഉണ്ട്. അഥവാ വന്നില്ല എങ്കിൽ ചിത്രം വെക്കില്ലല്ലോ. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. പറയുന്നത് തന്നെ പരമപിതാവായ പരമാത്മാവ് എന്നാണ്. ബാക്കി എല്ലാവരെയും മനുഷ്യൻ അഥവാ ദേവത എന്നാണ് പറയുന്നത്. ഏറ്റവും ആദ്യം ആദി സനാതന ദേവതാധർമ്മം ഉണ്ടായിരുന്നു. പിന്നീടാണ് മറ്റുള്ള ധർമ്മങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള അച്ഛനെ എത്ര സ്നേഹത്തോടെ ഓർമ്മിക്കണം. ഭക്തി മാർഗത്തിൽ വളരെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. പക്ഷെ അർത്ഥം ഒന്നും തന്നെ മനസ്സിലാക്കിയില്ല. കേട്ട മഹിമ എന്താണോ അത് പാടിക്കൊണ്ടിരുന്നു. അനേക സ്തുതികളുണ്ട്. ബാബയെ എങ്ങനെ സ്തുതിക്കും? അങ്ങ് തന്നെയാണ് കൃഷ്ണൻ, വ്യാസൻ. ഇതെല്ലാം തന്നെ ആക്ഷേപമല്ലേ? ബാബ പറയുന്നു, ഡ്രാമ അനുസരിച്ച് ഇതെല്ലാം തന്നെ എന്റെ അപകാരം ചെയ്യുകയാണ്. പിന്നീട് ഞാൻ വന്ന് എല്ലാവരുടെയും ഉപകാരം, അതായത് സദ്ഗതി ചെയ്യുന്നു. ഞാൻ വന്നിരിക്കുന്നത് തന്നെ പുതിയ ലോകം സ്ഥാപിക്കാനാണ്. ഇതാണ് ജയപരാജയത്തിന്റെ കളി. 5000 വർഷത്തിന്റെ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ കളിയാണ്. ഇതിൽ അല്പം പോലും വ്യത്യാസം ഉണ്ടാവുകയില്ല. ഈ ഡ്രാമയുടെ രഹസ്യത്തെക്കുറിച്ച് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും തന്നെ മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. മനുഷ്യന്റെ അനേക മതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദേവതകളുടെ മതം ലഭിക്കില്ലല്ലോ. ബാക്കിയുള്ള എല്ലാം തന്നെ മനുഷ്യമതമാണ്. ഓരോരുത്തരും തന്റെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ മറ്റാരെയും തന്നെ ഓർമ്മിക്കേണ്ട. ആത്മാവ് കേവലം തന്റെ അച്ഛനെ തന്നെ ഓർമ്മിച്ചിരിക്കണം, പരിശ്രമിക്കണം. എങ്ങനെയാണോ ഭക്തരും പ്രയത്നിക്കുന്നത്, വളരെ ശ്രദ്ധയോടെ ഭക്തി ചെയ്യുന്നു. അവരുടേത് ഭക്തി എന്നതുപോലെ നിങ്ങളുടേത് ജ്ഞാനത്തിന്റെ പ്രയത്നമാണ്. ഭക്തിയിൽ കുറച്ചു പ്രയത്നമൊന്നുമല്ലല്ലോ. ഗുരുക്കന്മാർ പറയാറുണ്ട്, ദിവസേന 100 മാല കറക്കൂ. പിന്നെ മുറിയിൽ തന്നെ ഇരിക്കുന്നു. മാല കറക്കി കറക്കി മണിക്കൂറുകൾ കടന്നു പോകുന്നു. സാധാരണയായി രാമരാമ എന്ന ധ്വനി മുഴക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കണം. വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. എത്ര മധുരത്തിലും മധുരമായ ബാബയാണ്. കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ദേവീ ഗുണം ധാരണ ചെയ്യൂ.
സ്വയം ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. ബാബയെ പോലെ മധുരമായി മറ്റാരുമില്ല. കൽപ്പത്തിന് ശേഷമാണ് നിങ്ങൾക്ക് മധുരമായ ബാബയെ ലഭിക്കുന്നത്. എന്നിട്ടും എന്താണെന്നറിയില്ല, ഇത്രയും മധുരമായ ബാബയെ എന്തുകൊണ്ട് മറക്കുന്നു? ബാബ സ്വർഗത്തിന്റെ രചയിതാവാണെങ്കിൽ നിങ്ങളും സ്വർഗത്തിന്റെ അധികാരിയായി തീരുന്നു. എന്നാൽ കറ ഇല്ലാതാക്കുന്നതിനായി ബാബയെ ഓർമ്മിക്കൂ. ഓർമ്മിക്കാതിരിക്കാനായി മാത്രം എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്? കാരണം പറയൂ, എന്താ ബാബയെ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടാണോ? ശരി, മധുരമധുരമായ ഭാഗ്യനക്ഷത്രങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ശരീര നിർവഹണാർത്ഥം തീർച്ചയായും കർമ്മം ചെയ്തോളൂ. പക്ഷെ കൂടുതൽ വയ്യാവേലികളിൽ കുടുങ്ങരുത്. ബാബയുടെ ഓർമ്മ തന്നെ മറന്നുപോകുന്ന വിധത്തിലുള്ള ചിന്തനങ്ങൾ ജോലിയിലും മറ്റും ഉണ്ടാകരുത്. 2. അനേകം മനുഷ്യരുടെ മതത്തെ ഉപേക്ഷിച്ച് ഒരേ ഒരു ബാബയുടെ മതമനുസരിച്ച് നടക്കണം. ഒരേ ഒരു ബാബയുടെ മഹിമ പാടണം. ഒരേ ഒരു ബാബയെ തന്നെ സ്നേഹിക്കണം. ബാക്കി എല്ലാവരിലും നിന്നുള്ള മോഹത്തെ ഇല്ലാതാക്കണം. വരദാനം: പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ പഴയ സംസ്കാരങ്ങളുടെ യുദ്ധത്തിൽ നിന്ന് സുരക്ഷിതമായി കഴിയുന്ന മാസ്റ്റർ നോളജ്ഫുള്ളായി ഭവിക്കൂ. പഴയ സംസ്കാരങ്ങൾ കാരണത്താൽ സേവനത്തിൽ അല്ലെങ്കിൽ സംബന്ധ സമ്പർക്കത്തിൽ വിഘ്നം ഉണ്ടാകുന്നു. സംസ്കാരം തന്നെയാണ് വ്യത്യസ്ത രൂപത്തിൽ തന്നിലേക്ക് ആകർഷിക്കുന്നത്. എവിടെ ഏതെങ്കിലും വശത്തേക്ക് ആകർഷണമുണ്ടോ അവിടെ വൈരാഗ്യമുണ്ടാകുകയില്ല. സംസ്കാരങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന അംശം പോലും സമയമനുസരിച്ച് വംശരൂപമെടുക്കുന്നു, പരവശമാക്കി മാറ്റുന്നു. അതുകൊണ്ട് നോളജ്ഫുള്ളായി പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ പഴയ സംസ്കാരങ്ങളുടെ, ബന്ധങ്ങളുടെ, പദാർത്ഥങ്ങളുടെ യുദ്ധത്തിൽ നിന്ന് മുക്തമാകൂ. അപ്പോൾ സുരക്ഷിതമാകും. സ്ലോഗൻ: മായയിൽ നിർഭയരാകൂ, പരസ്പര ബന്ധത്തിൽ വിനയമുള്ളവരാകൂ. ഓം ശാന്തി.